നമസ്കാരം. കർമ്മഫലം എന്ന ഒന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ പലർക്കും കഴിയാറില്ല. അല്ലെങ്കിൽ അവരുടെ പിൻതലമുറയെങ്കിലും അത് അനുഭവിക്കേണ്ടി വരും. ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം പിണറായി വിജയൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചാണ്. ശനിയാഴ്ചയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ കൊട്ടാരക്കരയിലെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ കടന്നു ചെല്ലുന്നത്. അവിടെ അരുതാത്ത സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ കണ്ടു എന്നുള്ള വാർത്ത വരുന്നു. അവർ തടഞ്ഞു വെച്ചു. മന്ത്രിയുടെ സ്റ്റാഫുകൾ അവരെ തടയാൻ ശ്രമിച്ചു. അവർ 112 വിളിച്ചു. പോലീസ് വന്നു. പക്ഷേ അവർക്ക് സുരക്ഷ നൽകിയില്ല. അതായത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു പെണ്ണുപിടിയനാണ് ഗണേഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതേ സംഭവം 2014 ഉണ്ടായി. അന്ന് കേരള കോൺഗ്രസ് ബി UDFിൻ്റെ ഭാഗമായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഗണേശൻ. അന്നും സമാനമായിട്ടുള്ള സംഭവമുണ്ടായി. ബിന്ദു മേനോൻ്റെ സ്ഥാനത്ത് യാമിനി തങ്കച്ചി എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. യാമിനി തങ്കച്ചിയും ഇത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. ആ ആരോപണമുണ്ടായപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്, നാണവും മാനവും വേണ്ടേ, നാണവും മാനവും ഉള്ളവരോട് അല്ലേ പറയേണ്ടതുള്ളൂ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിൻ്റെ രാജി ചോദിച്ചു വാങ്ങുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു. ഉമ്മൻചാണ്ടി എന്ന ദൈവതുല്യനായ മനുഷ്യൻ ഇന്ന് ഭൂമിയിലില്ല. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെക്കുറിച്ച് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം, അത് പുറത്തു നിന്നുള്ള ഒരാളല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണ് ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ എന്തു ചെയ്യും എന്നാണ് സംശയം നമുക്ക് കണ്ടറിയേണ്ടത്. ഒരിക്കലും നാണവും മാനവും ഉടുപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ധാർമ്മികതയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാജി ആവശ്യപ്പെടാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ CPI ഉൾപ്പെടെയുള്ളവരും CPMലെ പല നേതാക്കളും ഗണേശനെ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഗണേഷ് കുമാറിൻ്റെ രാജി വാങ്ങണം എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ രാജി വാങ്ങിയേക്കാം. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. എന്ത് കേട്ടാലും ഉളുപ്പില്ലാത്തൊരു നേതാവാണ് പിണറായി വിജയൻ. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ തന്നെ പോലീസിനെ ഉപയോഗിച്ച് കേസെടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നിനും അദ്ദേഹം തയ്യാറാകാറില്ല. ഈ വിഷയത്തിൽ മറ്റൊരു ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന ബിന്ദു മേനോൻ രക്ഷയ്ക്കായി വിളിച്ചത് 112 112 എന്ന് പറയുമ്പോൾ കേരള പോലീസിൻ്റെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നമ്പർ പലയിടങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ എന്തെങ്കിലും ആപത്തുണ്ടായാൽ വിളിക്കേണ്ട ഒരു നമ്പറാണെന്ന് പറഞ്ഞ് ഈ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ്. പക്ഷേ പിങ്ക് പോലീസും ആദ്യം വന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന പോലീസുകാർ അത് തങ്ങളുടെ സ്റ്റേഷൻ പരിധിയല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അതിനുശേഷം പിങ്ക് പോലീസ് വന്നു. ഈ മന്ത്രിയുടെ ഭാര്യ അകത്തേക്ക് കയറിയപ്പോൾ അവർ പറയുന്നു, എനിക്ക് ഭയമാണ്, എനിക്ക് തിരിച്ച് നിങ്ങൾ കൂടി വരണമെന്ന് പറയുമ്പോൾ മന്ത്രിയുടെ വീടാണ്, ഞങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ കഴിയില്ല, നിങ്ങൾ പോകൂ, നിങ്ങൾ ധൈര്യമായി പോകൂ, ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. ആ ധൈര്യം കൊടുക്കലിൻ്റെ അടിസ്ഥാനത്തിൽ ബിന്ദു മേനോൻ അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും പിങ്ക് പോലീസും അവിടെയില്ല. ശനിയാഴ്ച നടന്ന ഈ സംഭവത്തിൽ പിണറായി വിജയൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുമാത്രമല്ല, പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന പോലീസ് സംവിധാനം ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് പെരുമാറിയപ്പോൾ അയാൾ മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്നുള്ളതല്ല പ്രശ്നം. അത്തരത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഗണേഷ് കുമാർ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. ഒരുപാട് പല സംവിധാനങ്ങളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരൊക്കെ, പേഴ്സണൽ സ്റ്റാഫും മറ്റ് കിങ്കരന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ബിന്ദു മേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ പോലും അവർ ശ്രമിച്ചു എന്നുള്ളതൊക്കെ അവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ ഈ സ്ത്രീയുടെ ജീവൻ സുരക്ഷിതമല്ല എന്ന് ഉറപ്പുണ്ടായിരിക്കുകയാണ് ഈ പിങ്ക് പോലീസ് അവിടെ നിന്ന് സ്ഥലം വിട്ടത് എന്നുകൂടി ഓർക്കണം. അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഗണേഷിൻ്റെ രാജിയും ഇതുവരെ ചോദിച്ചു വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്താണ്, പിണറായി വിജയൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട്, അത് മാത്രമേ ചെയ്യൂ. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ എന്തുമാകാം. അതായത് നിങ്ങളിട്ടാൽ അണ്ടർവെയർ, ഞാനിട്ടാൽ ബർമുഡ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു നിലപാടാണ് പിണറായി വിജയൻ എപ്പോഴും സ്വീകരിച്ചത്. എനിക്ക് തീർച്ചയായും അത്ഭുതം തോന്നുന്നത്, ഈ നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ
ഒന്നൊന്നരയോ മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ 2014 ആവർത്തിച്ച ഉമ്മൻചാണ്ടിക്കുണ്ടായ അതേ അവസ്ഥ പിണറായി വിജയൻ ഉണ്ടായല്ലോ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടിയെ ഒരു ലൈംഗിക പീഡന ആരോപണ കേസിൽ പെടുത്തി അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് വിട്ടതിൽ ഗണേഷ് കുമാറിനുള്ള പങ്ക് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതിയ വിഷയമല്ല. ഞാൻ രാജിവെക്കില്ല, ഇതെൻ്റെ കുടുംബ പ്രശ്നമാണ്, സ്വകാര്യ പ്രശ്നമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുന്നത്. ശരിയാണ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിഷയം തന്നെയാണ്. പക്ഷേ കീഴൂട്ട് തറവാട്ടിലെ ബാലകൃഷ്ണ പിള്ളയുടെ മകൻ ഗണേഷ് കുമാർ ആയിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയത്തിന് പ്രസക്തിയില്ല. പക്ഷേ അദ്ദേഹം ഒരു മന്ത്രിയാണ്, സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്, പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവ് കഴിച്ചു കൂട്ടുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം പണക്കാരനായിരിക്കാം, സിനിമാ നടനായിരിക്കാം, ഒക്കെ ശരിയാണ് എന്ന് കരുതി മന്ത്രിയുടെ ശമ്പളവും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പളവും അദ്ദേഹത്തിൻ്റെ TA-യും DA-യും ഒക്കെ ഈ സർക്കാരിൽ നിന്ന് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തിന് കഴമ്പില്ല. എന്തായാലും ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് പോകുന്നത്, അത്ഭുതപ്പെട്ടു പോകുന്നത് കർമ്മഫലത്തിലാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് നമുക്ക് തിരിച്ചടിക്കുന്ന ഒരു കാലം വരും. കഴിവതും നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഒരാളുടെയും കണ്ണീര് വീഴ്ത്താതെ, നമ്മൾ കാരണം മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാകാതെ, അങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപക്ഷെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമ്മുടെ നേർക്ക് വരുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറാം, അല്ലെങ്കിൽ നമ്മളതിനെ പ്രതിരോധിക്കാം. അതൊക്കെ ഒരു വശത്ത്. അല്ലാതെ സമ്പത്ത് പിടിച്ചു പറിക്കാനും നമ്മളുടെ നേട്ടങ്ങൾക്കും നമുക്ക് സ്ഥാനമാനങ്ങൾക്കുമായി നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഇത്തരത്തിൽ പെടുത്തുമ്പോൾ ഓർക്കണം, ഇതുപോലെ ഒരു കർമ്മഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കർമ്മഫലം എന്നായാലും തിരിച്ചടിക്കും എന്നുള്ള കാര്യം. എന്തായാലും ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ പിണറായി വിജയൻ എന്ത് ചെയ്യുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികതയോ അങ്ങനെയൊന്നുമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഗണേഷ് കുമാറിൻ്റെ രാജി ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ രാജി ആവശ്യപ്പെട്ട് ഗണേഷ് കുമാറിനെ പ്രകോപിപ്പിക്കാനും കഴിയില്ല. പ്രകോപിപ്പിച്ച് രാജി ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പല പഴയ സംഭവങ്ങളും ഗണേഷ് കുമാർ ഒരുപക്ഷെ പുറത്തു പറഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി എന്താകും ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്.